എന്നും പണിക്കിറങ്ങുമ്പോൾ കയ്യിലൊരു കൈക്കോട്ടും കത്തിയൊക്കെയാണ് ഉണ്ടാവല്. ഇന്നൊരു കത്രികയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചെറിയൊരു പ്രൂണിങ്ങും ക്ലീനിങ്ങും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഫാമിലുള്ള ജെറീനിയുടെ കുറച്ച് വെറൈറ്റികളാട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയുള്ള പൂക്കളാണ്, പല നിറത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും നല്ല കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണിത്. കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയും കൂടെയാണ്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, 15ഓളം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതാ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ജെറീനിയത്തിന് 15ഓളം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു 4-5 വെറൈറ്റികൾ ഇപ്പം ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇന്നെന്തായാലും വേണ്ടില്ല, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഇതുപോലുള്ള മഞ്ഞ ഇലകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത്. കള പിന്നെ അധികം വരില്ല, നമ്മൾ അധികം വെയിലത്തൊന്നും വെക്കാത്തതുകൊണ്ട് കള അധികം ഇല്ല. അതുപോലെ കണ്ടില്ലേ, ഉണങ്ങിയ ഇലകളൊക്കെ എടുത്ത് കളയണം. ചിലതിൽ നമുക്ക് കമ്പുകൾ ഇതുപോലെ കുറച്ച് ഉണങ്ങി വന്ന കമ്പുണ്ട്. ഇവിടെ ഈ ഉണക്ക് കയറി വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വെച്ചത് കട്ട് ചെയ്യുക, ഈ പച്ചയിൽ നിർത്തുക. അല്ലെങ്കിൽ ഉണക്ക് അങ്ങനെ കയറി വന്നിട്ടൊക്കെ ചെടികൾ അധികം കേടായി പോകുന്നത് ഉണങ്ങിയിട്ടാട്ടോ. അങ്ങനെ ഉണങ്ങി നശിച്ചുക ചെയ്യുന്നത്. ഈ ചെടിയിൽ ഇത് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതാട്ടോ, അതും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതാ. പിന്നെ ഇതിലൊക്കെ ഉണക്കലുകളെ അധികം ഉള്ളൂ. എല്ലാത്തിലൊന്നും കമ്പുകൾ ഉണങ്ങി വരില്ല. കമ്പുകൾ ഉണങ്ങിയത് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. കറക്റ്റ് പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിൽ ഉണക്ക് കയറി വന്നിട്ടാണ് അധികം ഈ ചെടി നശിച്ചു പോകുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത, ഈ ചെടിക്ക് അധികം വെയിലും അധികം മഴയും പറ്റില്ല. അപ്പൊ ഞങ്ങളൊക്കെ വെക്കുന്നത് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കും. എന്നാൽ നല്ല സൂര്യപ്രകാശം തട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം, പക്ഷെ വെളിച്ചം തട്ടുന്ന സ്ഥലമായിരിക്കണം. അങ്ങനത്തെ സ്ഥലത്ത് വെച്ചാൽ മഴക്കാലത്ത് ഇപ്പം വേണ്ടില്ല, മഴക്കാലത്തും ഇത്രയും നല്ല പൂക്കൾ ഇതിലുണ്ട്. മഴക്കാലത്ത് നല്ല പൂക്കൾ ഉണ്ടാവും, മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഈ ചെടിയിലൊക്കെ അധികം ഇലയൊന്നും അങ്ങനെ മഞ്ഞളിപ്പില്ല, പക്ഷെ ഇത് ഉണക്ക് ചില കൊമ്പിലൊക്കെ ഇതുപോലെ ഉണക്ക് കയറുന്നുണ്ട്. അപ്പൊ അത് ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കണ്ടോ, ഉണക്ക് പോയിട്ട് ആ പച്ച കിട്ടിയിട്ടില്ല, അങ്ങനെ ഇവിടം വരെ ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ ഇതിൽ പച്ചപ്പുള്ളത് കൊണ്ട് എന്തായാലും ഉണങ്ങിപ്പോല. ഇതിൽ കണ്ടില്ല, ഇതിൽ കുറച്ച് കൂടുതൽ ഉണക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു കമ്പിന് പച്ചപ്പുള്ളത് കൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല. ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇനി ഇവിടെ വെച്ചത് മുറിച്ചു കൊടുക്കണം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഗ്രോ ബാഗ് ഒക്കെ നിറക്കാൻ വേണ്ടി നമ്മൾ പോളിയോസിൽ സെറ്റാക്കി വെച്ച മണ്ണാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ചിലതിൻ്റെയൊക്കെ വേരുകൾ മുകളിലോട്ട് വരുന്നുണ്ട്, അപ്പം അതിനൊക്കെ മണ്ണിട്ട് കൊടുക്കുന്നതല്ല. അപ്പം എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടോ, ഈ കാണുന്നൊക്കെ ഇതിന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാ, ഒക്കെ അതിന്റെ വേസ്റ്റുകളാണ്. എല്ലാത്തിലും മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മഴ വരുന്നുണ്ട്. മഴ വരുന്നതിന് മുന്നായിട്ട് തന്നെ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കണം. അപ്പൊ ഇതാ നമ്മുടെ വീടിന്റെ ഈ ഇങ്ങനെ ഒരു സൈഡിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ലക്ഷത്തിൽ വെളിച്ചം തട്ടും ചെയ്യും, എന്നാല് ചെടികൾ മഴ അങ്ങനെ കൊള്ളൂല്ല. ഇവിടെ അങ്ങനെ കറക്റ്റായി വെച്ച് കൊടുത്തത്. അപ്പൊ നമ്മളിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഓർഡറിലാണ് വെച്ചിട്ടുള്ളത്. ക്ലീൻ ചെയ്തപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് പൂക്കളൊക്കെ കാണാൻ. എല്ലാത്തിലും നല്ല പൂക്കളെ നല്ല ഓർഡറിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് കുറച്ച് വെറൈറ്റികളൊക്കെ പോയത്. അതിൽ പോയൊരു വെറൈറ്റിയുടെ ചെടിയാണിത്. അത് ഇതുപോലെ വൈറ്റിൻ്റെതാണ്. അപ്പോൾ വൈറ്റിൻ്റെ ഒരു ചെറിയ കമ്പ് കിട്ടി നമ്മൾ നട്ടത് പിടിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് പോയ വെറൈറ്റികളൊക്കെ പെട്ടെന്ന് ഞങ്ങൾ ഫാമിൽ ഉണ്ടാക്കിയെടുക്കും.